നമസ്കാരം. പോണ്ട് വൃത്തിയാക്കുന്ന തിരക്കിലാണ് ഞാനും കുട്ടികളും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ വരാനുള്ള പോണ്ടിൽ വെള്ളം കുറച്ച് ചീത്തയായി തുടങ്ങി. അപ്പോൾ ആദ്യത്തെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത ശേഷം വേറൊരു പോണ്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കി അതിനകത്ത് വെള്ളം നിറച്ച് മീനുകളെ ഇതിൽ മാറ്റാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ പോണ്ടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ കാറ്റടിച്ച് പായൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറാക്കി അതിലെ സൈഡും ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം വെള്ളം നിറച്ചിട്ട് അതിൻ്റെ പീച്ചും കാര്യങ്ങളൊക്കെ നോക്കി മീൻ അതിൽ നിന്ന് പിടിച്ച് ഇതിൽ മാറ്റാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. എന്നുവെച്ചാൽ കുറേ ദിവസമായി കഴിഞ്ഞാൽ ഒരു 10-15 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ലറികളെല്ലാം അടിഞ്ഞു കൂടി അത് അമോണിയ ആവാനുള്ള സാധ്യതയുണ്ട്. അത് മീനിൻ്റെ വളർച്ചയെ ബാധിക്കും. ഇപ്പോൾ ഇതാ ജോലി തിരക്കലാണ്. എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ മീനെ പിടിച്ച് മാറ്റണം. പിന്നെ മുകളിൽ UV ഷീറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് നല്ല ചൂടാണ്, നല്ല രീതിക്കുള്ള ചൂട് അനുഭവപ്പെടും. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ചിലന്തിയെ കണ്ടപ്പം പെട്ടെന്ന് അതിനകത്ത് കൊല്ലുന്ന തിരക്കിലൊക്കെയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളം ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, ഇനി വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലെ മീൻ കംപ്ലീറ്റ് നമുക്ക് വെയിറ്റ് നോക്കി അതിനെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇപ്പോൾ ഈ ക്ലിയർ ആക്കിയിട്ടുള്ള പോണ്ടിനകത്ത് വെള്ളം നിറച്ചിട്ട് നമ്മൾ മീൻ അതിൽ ഇടാനായിട്ട്. അപ്പം ഇതാ പിടിച്ച് തുടങ്ങി. ഓരോ പ്രാവശ്യവും നമ്മൾ പിടിച്ച് നമ്മൾ അതിന് വെയിറ്റ് എല്ലാം നോക്കി അതിന് എന്താണ് അതിൻ്റെ വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അതിന് ഗ്രോത്ത് ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പിടിച്ച് മാറ്റാനായിട്ട്. എന്നല്ലേ നമ്മൾക്ക് ഓരോ വട്ടം ആ മീനിനെ കുറിച്ചിട്ട് അതിൻ്റെ വളർച്ചയെക്കുറിച്ചിട്ടും എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തിരക്കിലാണ്. ഇതല്ലാതെ നമ്മൾ എല്ലാ ദിവസവും കുറേശ്ശെ വെള്ളം തുറന്നു വിടുന്നത് ഏറ്റവും നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെൻട്രൽ ഡ്രെയിനേജിനകത്ത് ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള നമ്മൾ സാധാരണ അമോണിയ എന്ന് പറയാറുള്ളൂ. പക്ഷെ അമോണിയ അല്ലാതെ അതിനേക്കാളും എഫക്റ്റ് കൂടിയതാണ് ഹൈഡ്രജൻ സൾഫൈഡ്. അതിനകത്ത് ഫോം ആവാനുള്ള സാധ്യതയുണ്ട്. എയറേഷൻ ഇട്ടാലും നമുക്ക് ഈ സെൻട്രൽ ഡ്രെയിനേജിനകത്തുള്ള വെള്ളത്തിൽ അനക്കമൊന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസവും വെള്ളം തുറന്നു വിടണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. ഇതിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മീനെല്ലാം പിടിച്ച് ഇതിലിടാൻ തുടങ്ങി, അതിൽ വെള്ളം നിറച്ചിട്ട് അതിലിടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ pHും ആൽക്കലിനിറ്റിയും അമോണിയം അല്ലാതെ ഇതിൽ ഏറ്റവും വലിയ 200 മടങ്ങോളം എഫക്റ്റായിട്ടുള്ളൊരു സംഭവമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പോൾ അതെല്ലാം നോക്കി നമ്മൾ ഡെയിലി വെള്ളം ഓരോ ബക്കറ്റ് തുറന്ന് കളയുക. ഒരു 15 ദിവസം കൂടുമ്പോൾ എല്ലാ വെള്ളം തുറന്ന് കളഞ്ഞ ശേഷം പുതിയ വെള്ളം നിറച്ച് അതിൽ മീനിടുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിപ്പോൾ നമ്മൾക്ക് പോണ്ടൊന്ന് ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് മീൻ അതിൽ നിന്ന് പിടിച്ച് ഇതിൽ മാറ്റിയത്. അപ്പോൾ മീനിനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഉദ്ദേശത്തിൽ. അതിന് പറ്റാത്തവർക്കാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തുറന്നിട്ട് അതിൽ വീണ്ടും വെള്ളം റീഫിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. വെള്ളം റീഫിൽ ചെയ്യാൻ നേരത്തെ മീൻ ചാടാനുള്ള ചാൻസ് ഒത്തിരിയാണ്. ഇതപ്പോൾ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ ബെറ്ററാണ്.